കമ്പനി നോക്കുന്നത് ലാഭവും വിജയവും മാത്രമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ലാഭവും നേട്ടവും തരുന്ന കാലത്തോളം ഞങ്ങൾ ഹാപ്പിയാണ്. എന്തായാലും ഞങ്ങളുടെ ഗായികയോട് അന്വേഷണം പറഞ്ഞോളൂ. ആ കുട്ടിയോട് സന്തോഷത്തോടെ ഇരിക്കാൻ പറയും. പാട്ടുകാരുടെ മനസ്സ് സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കണം. എന്നാലേ രാഗവും ഭാവവും ഒക്കെ ശരിയാവും. അതെ സർ, ആളെ ഹാപ്പിയാക്കി ഇരുത്തുക എന്നുള്ളതാ എന്റെയും ലക്ഷ്യം. ഗുഡ്. മുമ്പ് നമ്മുടെ കരാർ ബ്രേക്ക് ആയതിൽ ഞാൻ ചൂടായി. അന്ന് കൃഷ്ണതുളസിക്ക് വേണ്ടി അഖിൽ വാദിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഭാര്യ ഇത്രയേറെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് സർ. അത് അങ്ങനെ തന്നെ തുടരട്ടെ. സോ ഓക്കെ അഖിൽ, കാര്യങ്ങൾ ഗംഭീരമാവട്ടെ. താങ്ക് യു സർ, താങ്ക് യു. വെള്ളം പോലും കുടിക്കാതെ നിൽക്കുക. ശ്യാമേ, കുറച്ച് വെള്ളം കുടിക്ക്. ശ്യാമേ, വാശി പിടിക്കാതെ. വെയിൽ കൊണ്ട് നീ ബോധം കെട്ട് വീഴും. ഈ വെള്ളം കുടിക്ക്. എനിക്ക് വേണ്ട എടുത്തി. അഖിൽ സാർ വരട്ടെ. സാറിനെ എനിക്ക് കാണണം. അതൊക്കെ കാണാ ശ്യാമേ. അത് നീ വെള്ളം കുടിക്ക്. നിന്റെ ഏടത്തിയെ പറയുന്നേ. അമൃതേ, എന്റെ വാക്കിന് നീയും വില കൽപ്പിക്കില്ല അല്ലേ? സോറി അമ്മേ. എന്താ മോളെ, എന്താ പ്രശ്നം? എന്താ കാര്യം? എന്താ എന്തോ അത്യാവശ്യമുണ്ട്, മോളെ വന്ന് കൂട്ടിക്കൊണ്ട് പോണമെന്ന് അഖിയുടെ അമ്മ വിളിച്ചു പറഞ്ഞായിരുന്നു. എന്താ മോളെ? ഒന്നുമില്ല അച്ഛാ. അച്ഛൻ ചെല്ല, അച്ഛൻ പോയിക്കോ. മോളെന്തിനാ ഗേറ്റിന്റെ വെളിയിൽ നിന്ന് വെയിൽ കൊള്ളുന്നേ? അത് ഒന്നുമില്ല അച്ഛാ, അച്ഛൻ പോയിക്കോ. അഖിൽ സാർ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. അച്ഛൻ ചെല്ല്. മോളെ, കാര്യം എന്താന്ന് വെച്ചാ പറ. അത് അച്ഛൻ അച്ഛൻ ചോദിക്കാനൊന്നും പോണ്ട. അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്തിന്? എന്ത് കാര്യത്തിന് അവര് ചെയ്തേ? അത്
ഒക്കെ ഞാൻ പറയാം. അച്ഛനിപ്പോ ചെല്ല്. അഖിൽ സാർ വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം. ആ ഏയ് ഇതങ്ങനെ വിടാൻ പറ്റില്ല. മോളെ അച്ഛനാ ഞാൻ. അച്ഛാ പ്ലീസ്, ഞാനിപ്പോ ആ വീട്ടിലേക്ക് വരില്ല. എന്നെ അവിടേക്ക് കേറ്റില്ല. കാര്യം എന്താന്ന് ഞാൻ ചോദിക്കട്ടെ? അച്ഛാ അച്ഛാ വേണ്ട അച്ഛാ, പ്ലീസ് വേണ്ട. ഒന്നുമല്ല മോളെ, ഞാൻ നിന്റെ അച്ഛനല്ലേ. വളർത്തിയവർക്ക് അതിന്റെ ദണ്ണ അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ പടിക്ക് പുറത്ത് നിർത്തി വെയിൽ കൊള്ളാനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചേ. അച്ഛാ അച്ഛാ വേണ്ട. അയ്യോ ദൈവമേ. വസുന്ധരാമേ, വസുന്ധരാമേ, മോളെ അമ്മ എന്തേ മോളെ? അമ്മ ഇവിടെ ഉണ്ട്. വസുന്ധരാമേ, എന്റെ മോളെ എന്തിനു വീടിന് വെളിയിൽ നിർത്തിയിരിക്കുന്നേ? അവൾ എന്ത് കുറ്റാ ചെയ്തേ? എന്റെ കുഞ്ഞി പൊരി വെയിലത്ത് മനസ്സൊരുക്കി നിൽക്കുക. അവിടെ നിൽക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവളോട് വീട്ടിലേക്ക് പോകാനാ ഞാൻ ആവശ്യപ്പെട്ടെ. അഖിലിനെ വിവാഹം ചെയ്ത് ഇങ്ങോട്ട് വന്ന എന്റെ മോള്, ഇതും അവളുടെ വീടാ. ഇത് അവളുടെ വീടോ? അത് പണ്ട്. അമ്മേ, ആ അവകാശമൊക്കെ കഴിഞ്ഞു. ഇനി ഇത് അവളുടെ വീടാണെന്ന് അങ്ങ് പള്ളി പറഞ്ഞാ മതി. അമ്മേ ഞാൻ പറഞ്ഞോളാം. അച്ഛമ്മ ഞാൻ പറയാം. വീട് മോളെ, ഇതൊന്നും അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. ആൺവീട്ടുകാരുടെ മുമ്പിൽ പെൺവീട്ടുകാര് കുറച്ച് താന്നു കൊടുക്കും. അത് എതികേടുകൊണ്ടാ. എന്റെ മോക്ക് ഇവിടെ ഒരു കുറവുണ്ടാകരുതെന്ന് പേടിച്ച അങ്ങനെയാ ഞാൻ പെരുമാറിയത്. അല്പം ഒന്ന് തല കുനിച്ചപ്പം തല ചവിട്ടുമെന്ന് വെച്ചാലോ? എനിക്കറിയണം എന്റെ കുഞ്ഞ് ചെയ്ത തെറ്റെന്താണെന്ന് എനിക്കറിയണം. എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യും, ഒരു കൊടിയും പിടിച്ച് ആ ഗേറ്റിന്റെ അവിടെ കുത്തിയിരിക്കും. മോളും കൂട്ടിനുണ്ടല്ലോ. വസുന്ധര നീതി പാലിക്കുക എന്നൊരു ബോർഡും വെച്ചോ. വസുന്ധരാമ കളിയാക്കിയതാണോ? വേണമെന്ന് വെച്ചാ കൊടിയും ബോർഡും ഒക്കെ വെക്കും. വാസ്തവത്തിൽ കൊടി കുത്തേണ്ടത് ഞാനായിരുന്നു. നിങ്ങളുടെ വീട്ടുനടയില് എന്റെ മോനെ ചതിച്ച് കൈക്കലാക്കിയതിന്. ചതി പറ്റിയത് എന്റെ കുഞ്ഞിനാ. ഇവിടെ വന്ന് കയറിയത് മുതൽ അവൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ എനിക്കറിയാം. ഏതായാലും നിങ്ങൾ ഈ ചെയ്തത് ഒരിക്കലും ഞാൻ മറക്കില്ല. ഇനി നിങ്ങൾ അഥവാ മറന്നാലും അവൾ എന്നോട് ചെയ്തത് ഞാൻ മറക്കില്ല. എന്റെ കുടുംബം നശിപ്പിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയ ഒരുത്തിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് നിങ്ങളുടെ മകളാ. എന്താ പറഞ്ഞേ? ഈ കുടുംബത്തെ ചതിക്കാൻ എന്റെ മോള് കൂട്ടു നിന്നോ? അങ്ങനെയാണെങ്കിൽ അതെന്റെ മോള് ശ്യാമയായിരിക്കത്തില്ല. അതൊന്നും എനിക്കറിയാൻ വയ്യ. എന്നോട് സത്യം ചെയ്ത് പറഞ്ഞതാ ആ പെണ്ണിനെ ഇനി കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന്. എന്നിട്ട് അച്ഛാ വാ ഞാൻ പറയാം. അമൃതേ, നിന്നെ ആരെ ഇതിനിടയിലേക്ക് വിളിച്ചേ? ഞാൻ നേരത്തെ ചോദിച്ചതാ. നിനക്കും അവളുടെ ഒപ്പം പോണോ? എങ്കിൽ പൊയ്ക്കോ. മക്കളെ അനുസരണയോടെ വളർത്തണം. അച്ഛനും അമ്മയ്ക്കും ഒരു വാക്ക് തന്നാ അത് പാലിക്കാൻ പഠിപ്പിക്കണം. സ്വന്തം വീട്ടിലത് പഠിപ്പിക്കാത്തോണ്ടാ ചെന്നു കയറുന്ന വീട്ടിൽ നിന്ന് പാഠം പഠിക്കേണ്ടി വരുന്നേ. എന്റെ രണ്ട് മക്കളെയും തമ്മിൽ തെറ്റിക്കാൻ കാരണക്കാരി നിങ്ങളുടെ മോളാ. ഒരിക്കലുമില്ല. എന്റെ കുഞ്ഞങ്ങനെ ചിന്തിക്കുക പോലുമില്ല. അച്ഛാ മതി. മോളെ, ഇവര് നിന്നെ കുറിച്ച് അച്ഛൻ ഇനി ഒന്നും സംസാരിക്കണ്ട. മോളെ, അച്ഛനൊന്നും സംസാരിക്കണ്ടെന്ന്. അച്ഛൻ വാ. മോളെ, അവരെന്തൊക്കെയാ ഈ പറയുന്നേ? നീ വീട്ടിൽ കുഴപ്പമുണ്ടാക്കി, മക്കളെ തമ്മിൽ തെറ്റിച്ചു. അച്ഛാ, അച്ഛൻ വീട്ടിലേക്ക് പോ. അഖിൽ സാർ വരട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. അച്ഛൻ ഇപ്പൊ പോവും. മോളെ, നിന്നെ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോവും? അച്ഛൻ ധൈര്യമായിട്ട് പോ. പിന്നെ അഖിൽ സാറിനെ വിളിക്കോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയോ വേണ്ട.
എന്റെ അപേക്ഷ അച്ഛൻ സമാധാനത്തോടെ പോ. ചെല്ല്. ആഹാ, ഞാൻ ആത്മാർത്ഥമായിട്ട് ഒന്ന് ആഗ്രഹിച്ചു, ഞാൻ വരുമ്പോ താൻ വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. എന്റെ ആഗ്രഹം സാധിച്ചു. ഐശ്വര്യായിട്ടങ്ങ് വാങ്ങിച്ചട്ടെ. ഓ, പുതിയ നമ്പറാണല്ലേ? ഡോ, MD പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഗായിക സന്തോഷമായിരിക്കണം, ഗായികയ്ക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന യാതൊന്നും പാടില്ലെന്നൊക്കെ. അപ്പതാ പാട്ടുകാരി ഭാര്യയെ സന്തോഷിപ്പിച്ചു തുടങ്ങട്ടെ. വാങ്ങിക്ക. കരയുന്നു? എന്താടോ കാര്യം? എടോ പറ, എന്താ സംഭവിച്ചേ? എന്തിനാ പുറത്ത് നിൽക്കുന്നേ? സാർ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. എടോ ശ്യാമേ, എന്താ? ആരെ തന്നെ പുറത്ത് നിർത്തി? അമ്മ. സാർ വേണ്ട. സാറിനെ കണ്ടിട്ട് പോകാൻ വേണ്ടി നിന്നതാ ഞാൻ. വരാനാ ഞാൻ പറഞ്ഞത്. വാ. സാർ, അയ്യോ. അമ്മേ, അയ്യോ. അമ്മേ. സാർ വേണ്ട. സാർ. അമ്മേ. സാർ വേണ്ട. കൊള്ളയെടുത്തി, കൊള്ളയേട്ടന്മാരെ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാ ശ്യാമയെ വീടിന് പുറത്താക്കി വെയിലത്ത് നിർത്തിയിരുന്നല്ലേ? നിങ്ങളുടെയൊക്കെ അനിയനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നുക. നീ അത് വിട്. എന്റെ അനിയനാണെന്ന് പറയാൻ നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ കാര്യം. അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. പിന്നെ ഇന്ന് പകൽ ഈ സംഭവങ്ങളിലൂടെ നടക്കുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. പിന്നീട് വന്ന് വിവരങ്ങൾ അറിഞ്ഞപ്പോ അമ്മയുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നെന്ന് തോന്നി. ദേ, ശ്യാമയില്ലേ, എന്റെ അനിയത്തി തന്നെയാ. പക്ഷെ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണം, അതാരായാലും. ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു എന്നുള്ളത് സത്യം. പക്ഷെ ഞാൻ ഇന്ന് ചെയ്തതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്റെ ഭാഗത്തുനിന്ന് പറയാനുണ്ട്. അതേട്ടാ, ഒന്നാമതായിട്ട് താനൊന്നും പറയണ്ട. പറയേണ്ടതൊക്കെ ഞാൻ പറയാം. എടാ അഖി, ഈ വീട്ടിൽ കുറേ ദിവസമായിട്ട് വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അതിന്റെ കാരണക്കാരാരാന്ന് നിനക്കറിയാലോ. നീ എന്നെയാണോ ഉദ്ദേശിച്ചത്? ദേ അരുണേ, എന്താ ഇത്? നിങ്ങൾ രണ്ടും എന്തിനാ വീണ്ടും തമ്മി തല്ലുന്നേ? അഖി, ഈ വീട്ടിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം നിന്റെ ഈ ഭാര്യ. ഈ കുടുംബത്തിലെ ശത്രുവിനോട് നിന്റെ ഭാര്യ കൂട്ടുചേർന്നു. അതമ്മ കൈയോടെ പിടിച്ചു. കുറ്റം ചെയ്താ അതിനുള്ള ശിക്ഷ കൊടുക്കണോ വേണ്ടയോ? നീ തന്നെ പറ. ചെയ്യേണ്ട രീതിയിൽ അമ്മ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. പുറത്തിറക്കി വിട്ട ഇവളെ നീ അകത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നത് തീരെ ശരിയായില്ല. ഐശ്വര്യടുത്തി പറയുന്നത് എനിക്ക് കേൾക്കണ്ട. അമൃതയെടുത്തിയും ഇതിന് കൂട്ടി നിന്നു അല്ലേ? സാർ, അമൃതയെടുത്തി ഒന്നും പറയല്ലേ. അമൃതയെടുത്തിക്ക് കാര്യങ്ങളൊക്കെ കണ്ടു നിൽക്കാനേ പറ്റൂ. എന്തായാലും ഈ വീട്ടിൽ നടന്ന ഒരു നീതികേടിന്
എന്റെ ഏട്ടന്മാരുടെ നിലപാട് എനിക്കിഷ്ടപ്പെട്ടു. ഈ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടത് നിങ്ങളിപ്പോ വലിയ ന്യായം പറഞ്ഞ് കൈയൊഴിഞ്ഞ് കളഞ്ഞില്ലേ? ഈ ശ്യാമയാ. അരുണേട്ടനും ആദ്യേട്ടനും തമ്മില് വഴക്കുണ്ടായി. ആദ്യേട്ടനും അമൃതയേട്ടത്തിയും വീട് വിട്ടുപോയി. വിവരം അറിഞ്ഞപ്പോ ആ നിമിഷം തന്നെ ചെന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഒറ്റ വാശിയിൽ നിന്നത് ഈ ശ്യാമയാ. അന്നാരും ഒരു ന്യായം പറഞ്ഞില്ലല്ലോ. എന്തായാലും എനിക്കിപ്പോ കുറച്ചുകൂടി സന്തോഷായി. കൂടപ്പിറപ്പുകളുടെ മനസ്സിൽ എന്താണെന്ന് തിരിച്ചറിയാൻ ഒരു അവസരം കിട്ടിയല്ലോ. കണ്ണിച്ചോറില്ലാതെ ശ്യാമയോട് കാണിച്ച ഈ ദുഷ്ടതയ്ക്ക് പകരം ചോദിക്കാൻ എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല. എന്താടാ? എന്താ എന്താ കാര്യം? അത് ഒന്നുമില്ല അച്ഛാ. അഖിൽ സർ, പ്ലീസ് നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ കുറച്ച് ശാന്തമായിട്ട് സംസാരിക്കാം. ചമ, ഇത് നിന്റെ പ്രശ്നമല്ല, എന്റെ പ്രശ്നമാണ്. എന്റെ ഭാര്യയോട് കാണിച്ച ക്രൂരത അത് ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്നത്? മോനെ, ഈ പ്രശ്നത്തിൽ ഒരു തർക്കവും വഴക്കമൊന്നും വേണ്ട. ഞാൻ ഏട്ടനോടൊന്നും സംസാരിക്കാനില്ല. ഈ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആരുടെ ഉപദേശവും കേൾക്കാനില്ല. നിർത്ത്. കാര്യം എന്താണെന്ന് പറ. ശ്യാമയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അല്ല, അടിച്ചിറക്കി. അതാണ് കൃത്യമായ വാക്ക്. എനിക്ക് അതുകൊണ്ട് ഇതിൽ ഇടപെട്ടേ പറ്റൂ. മോളോട് ആരാ അങ്ങനെ ചെയ്ത്? അച്ഛാ, കാര്യം ഞാൻ പറയാം. നിന്നോട് ഞാൻ ചോദിച്ചോന്ന്. ശ്യാമ പറ, ആരാ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെ? വസുവാണോ? വസു എന്തൊക്കെയാ വീട്ടിൽ നടക്കുന്നത്? വസു, ശ്യാമയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ? ഇറക്കി വിട്ടു. എന്തിനാ അവളെ ഇറക്കി വിട്ടത്? അത് അവളോട് ചോദിച്ചു നോക്ക്. കാരണം എന്താണെന്ന് അവൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാ ഞാൻ വിശദീകരിച്ചു തരാം. എന്തിനാ മോളെ അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? കണ്ടോ, മിണ്ടാതെ നിൽക്കുന്ന കണ്ടോ? ഇപ്പൊ മനസ്സിലായല്ലോ കാരണം ഉണ്ടായിട്ട് തന്നെയാ ഞാൻ അവളെ ഇറക്കി വിട്ടെന്ന്. ശ്യാമ മിണ്ടാ നിൽക്കുന്നതേ ഓരോന്ന് പറഞ്ഞ് കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാ. ശ്യാമ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും ഞാൻ മിണ്ടും. എന്റെ ഭാര്യയോട് കാണിച്ച കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല. അഖി, വേണ്ട. പറഞ്ഞ് നീ കൂടുതൽ ഓവറാവണ്ട. ഓവറാവണ്ടെന്നോ? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടേ നിർത്തത്തുള്ളൂ. അഖി, വസു, ശ്യാമ പറഞ്ഞില്ലെങ്കിൽ നീ വിശദീകരിക്കാമെന്ന് പറഞ്ഞല്ലോ. പറ, ശ്യാമയെ ഇറക്കി വിടാനുള്ള കാരണം എന്താ? ഇവള് കുടുംബത്തെ ചതിക്കാൻ നോക്കി. നമ്മളെയൊക്കെ ഒറ്റിക്കൊടുത്ത് ഒരു പ്രവൃത്തി കാണിച്ചു. ഒരു രാജ്യത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇത് രാജ്യദ്രോഹ കുറ്റം, വധശിക്ഷ കിട്ടേണ്ടതാ. ഇതിപ്പോ ഞാൻ നാട് കടത്തിയതേ ഉള്ളൂ. ഇങ്ങനെ വർണ്ണനെ അലങ്കാരമൊക്കെ വെച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല. തെളിച്ചു പറ. നമ്മുടെ ഈ രണ്ടു മക്കൾക്കും ഇടയില് ചെറിയൊരു അകൽച്ച വന്നിരുന്നല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് ആനന്ദേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട്
ഇവൾ എന്നെ പിടിച്ചൊരു സത്യം ചെയ്തിരുന്നു. അതിവള് തെറ്റിച്ചു. നമ്മുടെ വീടിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളിന്റെ കൂടെ ഇവളും ചേർന്നു. ഞാനത് കൈയോടെ പിടിച്ചു. ശ്യാമ വാക്ക് തെറ്റിച്ചതല്ല. ചില സാഹചര്യങ്ങളില് ഏത് മനുഷ്യനും ചെയ്തു പോകുന്ന ഒരു കാര്യമേ ശ്യാമയും ചെയ്തിട്ടുള്ളൂ. വലിയ രാജ്യദ്രോഹ കുറ്റമാണെന്നൊക്കെ വിധി എഴുതിയല്ലോ. പക്ഷെ വിധിക്കുന്നതിന് മുൻപ് വാദം ഉണ്ടായോ? ഇവളുടെ ഭാഗം വ്യക്തമാക്കാനുള്ള ഒരു അവസരം കൊടുത്തോ? ന്യായോ അന്യായോ ഒക്കെ പരിശോധിക്കാൻ തെളിവുകൾ എടുത്തോ? സാക്ഷികൾക്ക് സംസാരിക്കാൻ അനുവാദം കൊടുത്തോ?